മാജിക് മഷ്റൂംസ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ നാദിർ ഷാ, നിർമ്മാതാവ് അഷ്റഫ് പിലാക്കൽ, അഭിനേതാക്കളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അക്ഷയ, ഹരിശ്രീ അശോകൻ എന്നിവരാണ് ഇന്ന് ന്യൂസ് മലയാളത്തിനൊപ്പം ഉള്ളത്. വാഴയെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഞാനത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കേസ് പറ്റുമെങ്കിൽ അവൻ്റെ തലേ പൊക്കോളൂ. എൻ്റെ വെള്ളിക്ക് പറ്റുക വിചാരിച്ചാ. ഞാൻ കൊച്ചിലെ മുതൽ കാണുന്ന, ഞാനും കൊച്ചിലൂടെ കാണുന്നു എന്നെ. നമുക്ക് ഉള്ളൊരു സെൻറ്റിമെൻറ്റ്സ് അവർക്ക് വേണമെന്നില്ല. ഞാൻ പറയും ഇത് കൊള്ളാം. അപ്പോഴേക്കും ബാക്കിൽ നിന്നൊരു ശബ്ദം, അഴിഞ്ഞാട്ടം, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് വർക്കായി. ആദ്യം തന്നെ ഈ സിനിമയ്ക്ക് പിന്നിലെ ഒരു ആലോചന എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ സിനിമ? ഇത് പെട്ടെന്ന് സംഭവിച്ചൊരു സിനിമയാണ്. കാരണം വെച്ചാൽ ഒരു ദിവസം വിഷ്ണു ഉണ്ണികൃഷ്ണനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ആകാശ് ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ റൈറ്ററുടെ അടുത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ട്, കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേൾക്കാം, ഹ്യൂമറാണെന്ന് പറഞ്ഞു. ഹ്യൂമർ ബേസ്ഡാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ഒരു ജോണറിലാണ്. ആദ്യം തന്നെ അവൻ പറഞ്ഞ് എന്നെ ഹീറോയ്ക്ക് വെച്ചിട്ട് ചെയ്യാൻ ഉള്ളൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, കാരണം അപ്പോൾ അത് ഫിക്സ്. ഒന്നും തോന്നില്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ളൊരു ഹ്യൂമർ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹ്യൂമർ ട്രാക്കിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു പ്ലോട്ട് അതിനകത്തുണ്ട് എന്ന് പറയുന്നത്. നമ്മളൊരു പറമ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറമ്പിൻ്റെ അകത്ത് വാഴ വയ്ക്കാൻ പറ്റും, തെങ്ങ് വയ്ക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്കൊരു ധാരണ ഉണ്ടാവില്ല, ഇത് നന്നാവും അവിടെ. അതുപോലത്തെ ഒരു വാഴയെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ്. ഞാനത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അല്ല, വിഷ്ണു ആദ്യം പറഞ്ഞിരുന്നത് ഇത് ഞാൻ നായകനാകാൻ ഉദ്ദേശിക്കുന്ന പടമാണെന്ന്. അത് ഇവർ ആദ്യം അമർ അക്ബർ അന്തോണി കഥ പറയാൻ വന്നപ്പോഴും പറഞ്ഞിരുന്നു. ഞാനും ബിബിനുമാണ് ഇതിനകത്ത് പറഞ്ഞു, ഒരാളെ മാത്രം ഒക്കെ വേറെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ച് അതൊന്നും ഒരു പുത്തരിയല്ല. 99% ആളുകൾക്കും അഭിനയിക്കാനായിട്ട് താല്പര്യമുള്ള അഭിനയമോഹികളാണ് 99%. പിന്നെ ബാക്കി 1% ആളുകളുള്ളൂ, അവർ നുണ പറയുന്നതാണ്. താല്പര്യമില്ലാന്ന് ഇപ്പം നാദിർഷയുടെ എല്ലാ പടം നോക്കിക്കഴിഞ്ഞാലും എൻ്റെ പേര് ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ അമർ അക്ബർ അന്തോണി, മേരാ നാം ഷാജി, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. അപ്പോൾ ഈ പേരിടുന്നതിലെ ഗുട്ടൻസ് എന്താ ഇതിനെ? നമ്മൾ സാധാ ഓഡിയനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ചില പടത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ സിനിമ കാണണം എന്ന് തോന്നൂലേ? ആ ക്യാച്ചി ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന പേരുകൾ വേണമെന്നൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ. ചിലപ്പോൾ കിട്ടാറുണ്ട്, ചിലപ്പോൾ പാളി പോകാറുണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു പയ്യനാണ് ഇങ്ങനെ പറഞ്ഞ് മാജിക് മഷ്റൂംസ് എന്ന് പറയുന്നൊരു സാധനമാണ്. ഇതിനകത്തൊരു ലഹരി എന്ന് പറയുന്ന പ്രണയമുണ്ട്, മ്യൂസിക് ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്, അതൊക്കെ വേറൊരു ലഹരിയാണ്. അപ്പോൾ അതെല്ലാം അതൊരു ഈ മഷ്റൂംസായിട്ട് കണക്റ്റഡാണ് സ്റ്റോറിയിൽ. അപ്പോൾ മാജിക് മഷ്റൂംസ് എന്ന് പറയുമ്പോൾ എനിക്കത് കൊള്ളാം. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷന് പെട്ടെന്ന് അറിയാനും കൂടി പറ്റുന്ന സാധനമാണ്, അറിയാലോ. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹം നമ്മൾ സഫലീകരിക്കാമെന്ന് പെട്ടെന്ന് അവർ ക്യാച്ചി ആയിട്ടുള്ള സാധനം. അപ്പോൾ അത് ഓക്കെ എന്ന് തോന്നി അങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. യദു എന്ന് പറഞ്ഞാൽ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൽ ഒരു അപ്പോൾ എൻ്റെ സെഷനാണ് പടം. എന്തെങ്കിലും കേസ് പറ്റുമെങ്കിൽ അവൻ്റെ തലേ പൊക്കോളൂ. എൻ്റെ വെള്ളിക്ക് പറ്റുക വിചാരിച്ചാ. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം കട്ടപ്പന എനിക്ക് തോന്നുന്നു വിഷ്ണുവിൻ്റെ കരിയറിലും അങ്ങനൊരു റോളാണ്. അതിനകത്ത് കൃഷ്ണൻ നായർ അല്ലേ, അങ്ങനെയല്ലേ പേര്? അതെ, കിച്ചു എന്ന് വിളിക്കുന്നത്. ആ റോൾ അങ്ങനത്തെ ഒരു ഇതാണ്. വീണ്ടും ഈ ടീമിനൊപ്പം ഒന്നിക്കുമ്പോൾ ഉള്ളൊരു അനുഭവം എന്തായിരുന്നു? അല്ല, അത് വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ആക്ച്വലി. അപ്പോൾ ചാമാണെന്നുള്ളൊരു സാധനം ഇങ്ങനെ പറയുന്നുണ്ട്. അല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടത്തിൽ അറിയാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന അശോകൻ ചേട്ടനാണെങ്കിൽ പോലും ഞങ്ങളുടെ ഒരു ബാച്ച് ഉണ്ടായില്ലേ, സലീം, ദിലീപ്, അത് ഞങ്ങൾ ആ സീനിയേഴ്സ് ബാച്ച് കഴിഞ്ഞിട്ട് പിന്നെ പരസ്പരം മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിൽ ഉള്ള എന്താ സാധനം ഞാൻ എന്ത് ഉദ്ദേശിച്ചെന്ന് ഇവനും മനസ്സിലാവും, ബിബിനും മനസ്സിലാവും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് കിട്ടും. ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം ഭദ്രമായിരിക്കുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. വിഷ്ണു നല്ല ആക്ടറാണ്. അതായത് ഇവൻ അഭിനയിക്കാൻ വന്ന ആദ്യത്തെ പടത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ അഭിനയിക്കേണ്ട, അത് വേറെ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് അഭിനയിക്കാം എന്ന് പറഞ്ഞ ആദ്യത്തെ പടം തുടങ്ങിയെങ്കിലും ഒരേ ഒരു സീനിലാണ് വിഷ്ണു ഒന്ന് അഭിനയിച്ചത്. അപ്പോൾ റിഹേഴ്സൽ സംഭവമൊന്നുമില്ല. ഇത് ടേക്കിൽ ഇവൻ പറയുന്നത് നിന്നോട് പറഞ്ഞല്ലടാ പന്നി വേണ്ടെന്ന് പറയുന്ന ഒരൊറ്റ സാധനത്തിൽ നമുക്ക് ഇവൻ്റെ ആക്ടർ എന്ന് പറയുന്ന സാധനം ഗംഭീര, അതായത് നമുക്ക് പിന്നെ അതിൻ്റെ എല്ലാ മീറ്റും 100% എന്ന് പറയുന്നില്ലേ, അത് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ പരീക്ഷണത്തിന് പിന്നെ ഇവരൊന്ന് മറ്റേ കഥ പറഞ്ഞ സമയത്തൊക്കെ കഥ പറയുമ്പോഴും ആക്ട് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഇവൻ പറയുന്ന സമയത്ത് ഇവനല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ പെർഫോം ചെയ്യും. ആ രീതിയിൽ സെറ്റ് ചെയ്ത് പറഞ്ഞ്
മൈൻഡിൽ നിന്ന് പിന്നെ വേറൊരാൾ വരരുത്. അതെ അതെ. ഇപ്പം ഈ പടത്തിൻ്റെ ടീസർ വന്നപ്പം അതിനകത്തൊരു ഡയലോഗ് 4 കറി കൂട്ടി മര്യാദയ്ക്കൊന്നും ഉണ്ണാൻ അറിയാത്തവനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ക്യാരക്ടറിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഒരു പൊട്ടൻഷ്യൽ വീട്ടുകാരും നാട്ടുകാരും പൊട്ടൻഷ്യൽ മനസ്സിലാക്കാത്ത ഒരു കഥാപാത്രമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് ആ കഥാപാത്രത്തെ പറ്റി പറയാനുള്ളത്? ഇതിൽ കൊച്ചർക്കൻ എന്നാണ് വിളിക്കണത്. അപ്പോൾ ആ ടീസറിലും ട്രെയിലറിലും പറഞ്ഞു പോകുന്നത് പുള്ളിയുടെ ഒരു ഇതാണ്. അല്ല ഇപ്പോഴത്തെ ഒരു ഭാഷ പറഞ്ഞ ഒരു സ്കിബിഡിയാണ് ഇവൻ അല്ലേ. അതിൻ്റെതായിട്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇപ്പോൾ ഈ കട്ടപ്പന എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കോമഡി ട്രാക്ക് പോകുമ്പോൾ തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്ന എന്തോ ഒന്ന് എപ്പോഴും അതിൽ ഓരോ സീനിലും അതിനകത്തുണ്ട്. ഇപ്പോൾ 2 കൂട്ടുകാർ തമ്മിലുള്ളതാണെങ്കിലും ഒരു അച്ഛനും മോനുമായിട്ടുള്ളതാണെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷനൂടെ കൊടുക്കുന്ന ഒരു സാധനം വെച്ച് പോകുന്നുണ്ട്. ഈ ക്യാരക്ടറിനും അങ്ങനെ ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഇപ്പം എൻ്റെ ക്യാരക്ടർ എന്ന അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അക്ഷയുടെ ക്യാരക്ടർ. ആക്ച്വലി അക്ഷയുടെ ക്യാരക്ടറിൻ്റെ ആ പേഴ്സ്പെക്റ്റീവിൽ ആണ് ഈ സിനിമയുടെ ഒരു മേജർ പോർഷൻ ഇരിക്കുന്നത്. ഞാൻ തമാശയ്ക്ക് ആകാശിനോട് പറയാറുണ്ട്, അവൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഫീമെയിൽ വെർഷനാണ് അവൻ ഇതിൽ നായികയായിട്ട് എഴുതി വെച്ചേക്കുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. എഴുതിയ ആളുടെ എന്തെങ്കിലും ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ ഈ കഥ എന്നുള്ളത്? അതാകുമ്പോൾ പുറത്തുവിട്ടില്ല. അത് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മിക്കവാറും അതുമായിട്ട് എന്തൊക്കെ റിലേഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും അവൻ നെടുവുറിപ്പിടണുണ്ട്. അല്ല ഈ പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ തുടക്കം മുതലേ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങി അവനെ അതും പറഞ്ഞാൽ കളിയാക്കണത്. അല്ല ഈ ഓരോ സീൻ്റെ കാര്യം പറയുമ്പോഴും ഈ പീരീഡ് വരെയും ഇത് കഥ പറഞ്ഞു, ഷൂട്ട് ചെയ്തു, എഡിറ്റിങ് കഴിഞ്ഞ്, റീ റെക്കോർഡിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുറേ നാൾ, എത്ര നാളായി ഇപ്പം മൊത്തം കഥ പറയാൻ തുടങ്ങിയിട്ട്? കഥ പറയുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം 1 വർഷമല്ലേ ഏകദേശം ആയിട്ടുണ്ടെങ്കിലും പുള്ളി ഈ കഥ സിനിമയാക്കുന്നു എന്ന് അറിഞ്ഞിട്ടും തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പോകണോ വേണ്ടതെന്നുള്ളത്. അതുപോലെ കഥ ഉണ്ടാവും, ഇവിടെ അറിയാൻ പറ്റുള്ളൂ അത് ഒറിജിനൽ സ്റ്റോറിയാണോ ഇല്ലെന്ന്. അതെ, മലയാളി എല്ലാം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നത് ഹരിശ്രീ അശോകൻ എന്ന നടൻ്റെ പ്രസൻസ് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണുന്നിടത്ത് പഴയ അശോകൻ ചേട്ടൻ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. അപ്പം എനിക്കൊക്കെ എൻ്റെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. ഞാൻ കൊച്ചിലെ മുതൽ കാണുന്ന ഒരു ആളല്ലേ. ഞാനും കൊച്ചിയിലൂടെയും കാണുന്ന ഇവനാണ് അതിന് കാരണക്കാരൻ. അപ്പോൾ ആ ഫീല് കിട്ടുമ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ആ ക്യാരക്ടറിനെ പറ്റി ഈ കുട്ടപ്പച്ചേട്ടൻ നാട്ടിൽ എല്ലാം ഭയങ്കര ഈ നാടകത്തിൻ്റെ ഡ്രാമ, അതായത് അഭിനേതാവാണ് ആരൊക്കെ തീരുമാനിക്കണ ഒരു അവിടെ ഉത്സവങ്ങൾക്കൊക്കെ അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ നമ്മുടെ ഗ്രാമത്തിൽ. അതും കുട്ടപ്പച്ചേട്ടൻ വന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിലെ നാടകവും പിന്നെ കുയിലൻ ഡ്രാമവേദിയും അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വരുന്ന അങ്ങനെ ഒരാൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആധികാരികമായിട്ട് പുള്ളി അവിടെ നാടകം പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇവരെ പഠിപ്പിക്കുന്നതും എൻ്റെ ട്രൂപ്പും ഇവരായിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഈ ഹീറോസും ഒരു കൂട്ടുകാരൊക്കെ ഉള്ള റിലേഷൻ, അവരെല്ലാ കാര്യങ്ങളിലും ഇയാൾ തലവെക്കുന്ന ഒരാളാണ്. ഇയാൾ ഒരു ഉപദേശകനെ പോലെ എല്ലാത്തിനും ഇവരെ വീട്ടിൽ ചെല്ലും, ഇവൻ്റെ ലവ് നടക്കുന്ന ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഇടപെടും. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ചുമ്മാ അങ്ങനെ വന്നു പോകുന്ന ഒരാളല്ല. ആ ക്യാരക്ടർ എൻഡ് ചെയ്യുന്നുണ്ട്, ഫുൾ ആർക്കുള്ള അത് ആ ക്യാരക്ടർ വരുന്നത് തുടങ്ങി അയാളുടെ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ക്യാരക്ടർ വെരി എൻഡിൽ കൊണ്ടുവന്നിട്ട് ഇയാളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം കൊണ്ടൊന്ന് വെരി എൻഡ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ആ ക്യാരക്ടർ പൂർണ്ണമായത്. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തപ്പോൾ അശോകേട്ടൻ്റെ അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ മാറ്റി കഴിയുമ്പോൾ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം പറഞ്ഞു, അശോകേട്ട പലപ്പോഴും ചെയ്യുമ്പോൾ അശോകേട്ട അത് കുറച്ചും കൂടി ഒന്ന് കൂട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് പറയടാ അതൊരു ഇത്തിരി ലൗഡല്ലേ അത് പണ്ടത്തെ ഒരു, ഞാൻ പറഞ്ഞതില്ല, ആ പഴയ അശോകൻ ചേട്ടൻ്റെ ഒരു സാധനം കിട്ടിയാൽ ഇതിനകത്തൊക്കെ പറഞ്ഞ പഞ്ചാബി ഹൗസിലേക്കുള്ള ആ ഒരു കുറച്ച് എനർജിയിലുള്ള ചേട്ടൻ കിട്ടിയാൽ നല്ലതാണ്. കാരണം ഈ ക്യാരക്ടറിന് ഓക്കെയാണ്, ഈ ക്യാരക്ടർ അങ്ങനെ, കാരണം ഇയാൾ ഡ്രാമ ഡയറക്ടറല്ലേ. അങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോഴും അശോകേട്ടന് നമുക്ക് കിട്ടേണ്ടത് എന്തിനാണ്, അശോകേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ട കളിയില്ലേ, അഴിഞ്ഞാട്ടം, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അത് വർക്കായി. ഈ അക്ഷയുടെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള? ഞങ്ങൾ കാസ്റ്റിംഗ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നായികന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. എഡീസ് എല്ലാവരും അവർ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു. അവരാണ് എല്ലാം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ മോനെ ഒറ്റ കാര്യമുള്ളൂ, ഒരു ആർട്ടിസ്റ്റിൻ്റെയും നേരെ കൊണ്ടിട്ട് നിങ്ങൾ അവിടുന്ന് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ പെർഫോമൻസ് മാത്രം എനിക്ക് അയച്ചു തരിക, നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്നവരുടെ മാത്രം. കാരണം എനിക്കൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് നിന്ന് നമ്മളുടെ മുമ്പിൽ അഭിനയിക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിടാൻ. ഞാൻ പറഞ്ഞാൽ എന്നെ ആ ഏരിയയിലേക്ക് അടുപ്പിക്കേണ്ടത്, നിങ്ങൾ വെച്ചിട്ട് ഫൈനൽ ചെയ്യുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. 1-2
സംഭവമൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീൽസൊക്കെ എനിക്ക് അയച്ചു തന്നു. അക്ഷയുടെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് അക്ഷയ് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവരുടെ സംഗീതത്തിൽ ആദ്യമായിട്ട് ചെല്ലുന്നതും. ഞാൻ ഒരേ ഒരു കുട്ടിയെ നേരിട്ട് കണ്ടിട്ടുള്ളൂ ഈ ഇതിൻ്റെ സെലക്ഷൻ ടൈമിൽ, അത് അക്ഷയ് ഉണ്ടായിരുന്നത്. ആ ക്യാരക്ടറിനെ എങ്ങനെ അക്ഷയ കണ്ടത്, ബ്രീഫ് ചെയ്ത് തന്നപ്പോൾ? എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റായിട്ട് കാസ്റ്റ് ആയത് ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്, എൻ്റെ ക്യാരക്ടർ. അതെ അതെ. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ക്രിപ്റ്റ് വായിക്കാനാണെങ്കിലും ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിലും. ആൻഡ് ക്യാരക്ടർ സ്കെച്ച് കിട്ടിയായിരുന്നു, സോഷ്യോളജി, ഫിസിയോളജി, ലൈക്ക് സൈക്കോളജി കുറച്ച് കാര്യങ്ങൾ കിട്ടിയായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഫീൽ ചെയ്തു. മീൻസ് എല്ലാവരുടെ ഉള്ളിലും ഈ ജാനകിയുടെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന, നമ്മളെല്ലാവരും വിചാരിക്കും ഈ സംഭവം നടന്നതായിരിക്കും നമ്മൾ ഏറ്റവും ഹാപ്പി ആവുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന, എന്നാൽ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന ചില ക്യാരക്ടർ ഉള്ള ഒരു കൊച്ചാണ്. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന പാൻ ഇന്ത്യൻ സിനിമകൾ എന്നുള്ള ലെവലിൽ വരുന്ന പടങ്ങളാണ് പ്രേക്ഷകരെ ആകർഷിക്കുക എന്നുള്ള തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ളൊരു തോന്നൽ. അതിനിടയിൽ നല്ല ചെറിയ പടങ്ങൾ വിജയിച്ച് വലിയ ഹിറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും അങ്ങനെ ഒരു തോന്നൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതായത് പടം നന്നായി കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് പടങ്ങളും എല്ലാവരും പോയി കാണും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതാണോ വലുതാണോ നോക്കുന്നില്ല. ചെറിയ പടങ്ങൾ വന്നിട്ട് വലിയ ഹിറ്റായിട്ട് കോടികൾ, 100 കോടി 200 കോടിയൊക്കെ ആകുന്നുണ്ട്. വളരെ ചെറിയ പടങ്ങൾ. വലിയ ബിഗ് ബഡ്ജറ്റ് ചെയ്യുന്നത് നേരെ ഒന്നും ഇല്ലാണ്ട് ചിലവ് കാശ് പോലും കിട്ടാണ്ട് ആവുന്നുണ്ട്. അപ്പം അതിൻ്റെ വലിയ പടം നല്ലതാണെന്ന് വെച്ചാൽ ആൾ കയറുന്നുള്ള ഉറപ്പുണ്ട്. കോമഡി ഇപ്പം പ്രേക്ഷകർ സ്വീകരിക്കുന്ന വിധം മാറിയിട്ടുണ്ടോ? അവരൊരു സ്റ്റൈൽ ഓഫ് പഴയ കോമഡി സ്റ്റൈലിൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്ത് തന്നെ അയക്കില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഇവരൊക്കെ ചെയ്തിട്ടുള്ള നല്ല നല്ല കഥാപാത്രങ്ങളെ, ആ കോമിക് സാധനങ്ങളെ അതിപ്പോൾ എടുത്ത് കാണാനായിട്ട് നമുക്ക് ഇഷ്ടമാണ്. അത് അന്നത്തെ സിനിമയാണെന്നുള്ള ധാരണയിൽ കാണുന്നതാണ്. അത് ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ അവർക്ക്, ഇപ്പം നമുക്ക് അശോകൻ ചേട്ടനൊക്കെ നമ്മളുടെയൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ട് ഇവരുടെ ഓരോ ആക്ടിവിറ്റീസും ബോഡി ലാംഗ്വേജും എല്ലാം അറിയാം. സലീംകുമാറിനെ ഇവരൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്കൊരു പുതിയ ആളാണ്. അവർ കാണുമ്പോൾ ആ കോമഡി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളൊരു സെൻറ്റിമെൻറ്റ്സ് അവർക്ക് വേണമെന്നില്ല. അപ്പോൾ അവർ പെട്ടെന്ന് ഇത് ഓവറാണ്, ഇത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പക്ഷേ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഇപ്പോഴത്തെ ആ ആക്ടിങ് ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അവരതനുസരിച്ചിട്ട് സൂക്ഷിച്ചു. അതുകൊണ്ടാണ് അശോകൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത്രയും വേണോ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ചോദിച്ചത്. പൊടിക്ക് കുറയ്ക്കാന്ന് പറയുന്നതിൻ്റെ പൊടിക്ക് കുറയ്ക്കാന്നല്ല, കറക്റ്റ് ഇപ്പോഴത്തെ മീറ്റർ അറിയാം. രണ്ടും അറിയാം. പണ്ട് തിലകൻ സിനിമയിലും നാടകത്തിൽ അഭിനയിച്ചിരുന്ന പോലെയാണ്. നാടകത്തിൽ അഭിനയിക്കുമ്പോൾ തിലകൻ ചേട്ടൻ എല്ലാ സിനിമയിലും അഭിനയിക്കുമ്പോൾ ആ ഒരു റേഞ്ച് അറിയാവുന്ന ആർട്ടിസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും പിടിച്ചിരിക്കുന്നത് ഇവർക്ക്. ജയസൂര്യൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞത്, നാദിർഷയെ വിശേഷിപ്പിച്ചത് പ്രേക്ഷകൻ്റെ പൾസ് അറിഞ്ഞ വ്യക്തി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുകയാണോ, അതോ ഒരു ട്രെൻഡ് ഇപ്പം റീൽസിലും സാധനത്തിലുള്ളൊരു ട്രെൻഡ് നമ്മൾ നമ്മുടെ പടത്തിലോട്ട് കൊണ്ടുവരികയാണോ ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യുന്നത്? ഇപ്പം കാരണം നാട് ഓടുമ്പോൾ നടുവ് ഓടുക എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ നിൽക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ചെറിയൊരു കാര്യം പറയാം. ഞാനിത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് യു എസിൽ ഷോയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ പുതിയ സംഭവങ്ങൾ എങ്ങനെയായിരിക്കും, എനിക്കൊരു 4 പീസ് അല്ലെങ്കിൽ 5 പീസ് ബാൻഡ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പുതിയ സാധനം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഇംഗ്ലീഷ് ബാൻഡിൻ്റെ സംഭവത്തിൽ നിന്ന് മ്യൂസിക്കൊക്കെ കൊടുത്ത് റോക്ക്, ഗിറ്റാർ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്മോക്ക്, ലൈറ്റ്സ് അതെല്ലാം നമ്മളിങ്ങനെ കൊതിയോടുകൂടി നോക്കിക്കണം. ഇവർക്കും ഒരു സിംഗർ സ്റ്റേജിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് ഷക്ക് എന്ന് പറഞ്ഞിട്ട് പൊങ്ങി വന്നിട്ട് വിത്ത് മൈക്ക് അവർ സോങ്, ഞാൻ പറയും ഇത് കൊള്ളാം. അപ്പോഴേക്കും ബാക്കിൽ നിന്നൊരു ശബ്ദം, ഇങ്ങനെയൊക്കെ പൊങ്ങി വന്നിട്ട് എന്താ കാര്യം, പാടുന്നത് സ്വപ്നം ഒരു ചാക്ക് തലയിലത് മോള് എൻ്റെ കയ്യിൽ നിന്ന്. കാരണം പിള്ളേർ ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എനർജിയിലെ പാട്ടാണ് പാടേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ പൊങ്ങി വന്നിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് ശങ്കരാന്ന് പാടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേഷനായിട്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്നുണ്ട്. അങ്ങനെ മാത്രം നോക്കിയത് എന്നുണ്ട് ധാരണ. ട്രെയിലറിൻ്റെ അവസാനം മറ്റേ ജോമു എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അത് അതിൻ്റെ കാരണക്കാരൻ ഇവനാണ് ഇവിടെ നിന്ന് കാണിച്ചു തന്നെ എൻ്റെ അടുത്ത്, നമുക്ക് ഈ സാധനം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് പറഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് അതിൽ കയറി പിടിച്ചല്ലേ.
ഇവൻ്റെ കൊച്ചു പറഞ്ഞു കൊടുത്ത് തന്നോളൂടാ. ഞാൻ ഭയങ്കര ന്യൂജിയല്ലിക്ക. അപ്പോൾ ഈ സിനിമയുടെ മ്യൂസിക് സെക്ഷനിലോട്ടൂടെ നമ്മൾ ഭയങ്കര ഗ്രാൻഡാണ് ഈ പടത്തിൻ്റെ പാടുന്ന ആളുകൾ. അതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഇവിടെ വന്ന് ഇതിൽ ബേസിക്കലി നമുക്ക് മ്യൂസിക്കിനോടൊരു ഇഷ്ടമുള്ളതിൻ്റെ പേരിൽ ഞാൻ 2 മാസമൊക്കെ സംഗീതം പഠിച്ചിട്ടുള്ളൂ. SSLC കഴിഞ്ഞിട്ട് നേരെ മ്യൂസിക് അക്കാഡമിയിലേക്ക് പോയി. എൻ്റെ ഫാദർ വിചാരിച്ച് ഞാൻ പാട്ടുകാരനെന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ട് ചേർത്താൽ അവിടെ പോയി രാഷ്ട്രീയം കളിച്ചിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പാളിനെ കറവ് ചെയ്തിട്ട് പുറത്താക്കിയാണ്. ഗാനഭൂഷണം ഗാനപ്രവീണൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ് ഗംഭീര പാട്ടുകാരും കാര്യങ്ങളൊക്കെ അവർ ഇത്രയും കഴിവുള്ള ആൾക്കാർ പുറത്തേക്കുമ്പോൾ അവർക്ക് കിട്ടാത്ത ഭാഗ്യം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വെച്ച് നിനക്ക് ഇങ്ങനെ ഈ 2 മാസം പഠിച്ചത് നിനക്ക് ഈ മ്യൂസിക് എന്തായാലും ഞാൻ പറഞ്ഞു നിനക്കൊക്കെ എനിക്ക് പ്രശ്നം, നിനക്കാണ് ഇത് കഴിഞ്ഞാൽ ഈ പാട്ട് ട്യൂൺ ചെയ്യുമ്പോൾ ഇത് ഏത് രാഗത്തിൽ നിന്ന് മറ്റേ രാഗത്തിലേക്ക് പോകുന്നുള്ള പേടിയുള്ളൂ. എനിക്കിതൊന്നും അറിയാൻ പാടില്ലാത്ത കാരണം ഞാൻ ഈ റൂട്ടിൽ നിന്ന് മറ്റേ റൂട്ടിലേക്ക് പോകും ധൈര്യമായിട്ട്. ഈ നേരത്തെ പറഞ്ഞാണ് പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മ്യൂസിക് പിന്നീട് നമുക്ക് സ്റ്റേജിൽ പാടാൻ പറ്റണം. രണ്ടിനും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ അങ്ങനത്തെ പാട്ടേ ചെയ്യുള്ളൂ. അങ്ങനത്തെ പാട്ടേ ഉള്ളൂ. മകളും പാടിയിട്ടുണ്ടല്ലോ ഇതിനകത്ത്? പാടിയിട്ടുണ്ട്. ആ പാട്ടുകൾ വിനീത് ശ്രീനിവാസനാണ് കൂടെ പാടിയത്. ഈ മലയാളിയെ ചിരിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണോ? ചിരിപ്പിക്കാൻ പാടാം. അല്ല ഇപ്പോഴത്തെ പിള്ളേരെ ചിരിപ്പിക്കാനായിട്ട്, കാരണം വെച്ചാൽ അവർ 10 സെക്കൻഡ് ഞാൻ പറഞ്ഞില്ല റീൽസ് വരെ കണ്ടിട്ട് അവർ സ്കിപ്പ് ചെയ്ത് കൊണ്ട പിള്ളേരാണ്. അതിൻ്റെയൊക്കെ മുമ്പിൽ ആ സ്പീഡ് ആ ടെമ്പോ ഇതിന് ഉണ്ടായ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വന്ന ചേഞ്ച് എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ കോവിഡ് ബിഫോർ കോവിഡ് എന്ന് പറയുന്ന. പിന്നെ നമ്മൾ കണ്ടു വന്ന പടങ്ങളുടെ ഒരു ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നായകൻ മാത്രമല്ലല്ലോ, അതിന് ചുറ്റും നിൽക്കുന്ന ഭയങ്കര റിച്ച് ആയിരിക്കില്ലേ ആ സമയത്ത് ആ ഒരു ഫ്രെയിം. ഇപ്പം ഒരു CID മ്യൂസിയത്തിലോ വല്ല ഒരു സീൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ അതിഭീകരമായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. അല്ല ലെജൻസാണ്. അപ്പം അതിൻ്റെ ഒരു അത് മിസ് ചെയ്യുന്നില്ലേ ഇപ്പം മലയാളം? അത് ശരിക്കും അറിയപ്പെടുന്ന ഒരു 3-4 ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ബാക്കിയെല്ലാം പുതിയ മുഖങ്ങൾ വയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ പിള്ളേർക്കും. അതായത് പ്രേക്ഷകനും അതിനോട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇന്ന ആൾ വേണം, ഇന്ന ആൾ വന്ന സാധനം ചെയ്താൽ മാത്രം അത് നന്നാവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കാൻ പറ്റില്ല. അതിന് പകരം വേറൊരാൾ വരും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഉള്ളതിന് പിന്നെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട്, സിനിമയുടെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3-4 തലകൾ വയ്ക്കണം, അല്ലെങ്കിൽ സിനിമയുടെ ബിസിനസ് നടക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം. പക്ഷേ ഇപ്പം നമ്മളുടെ ഈ പടത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ പ്രൊഡ്യൂസർ സംബന്ധിച്ചാണ് ഒരു പാസിംഗ് ഷോട്ടിൽ വന്ന് പോകുന്ന ആർട്ടിസ്റ്റ് പോലും മുഖപരിചയമുള്ളതാണ്, അത്യാവശ്യം നല്ല ശമ്പളം മേടിക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിനകത്ത് വന്നു പോകുന്നത്. പടം എന്തായാലും 23-ാം തീയതി റിലീസാണ്. പ്രേക്ഷകർ നല്ല വിജയം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.